ഭയങ്കര മേക്കപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഉണ്ണി വ്ളോഗ്. ഈ ട്രോളന്മാരെ എടുത്തിട്ട് അലക്കി കൊടുത്തു ശരിക്കും പറഞ്ഞു ഈ പടത്തിനെ പറ്റിയൊക്കെ പോസിറ്റീവ് പറഞ്ഞവർക്ക്. ഇത് പന്ന ട്രോളാണല്ലോ, ഇത് കൊള്ളത്തില്ല. മറ്റേ കണ്ടന്റ് ഇല്ലാത്ത ട്രോളല്ലേ, അങ്ങനത്തെ ട്രോളായിപ്പോയി. സുബീദ് വലിയ കുഴപ്പമില്ല, സുബീദിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരുപാട് അങ്ങ് തേക്കത്തില്ല. കോക്ക് ഈ വിനീത് ശ്രീനിവാസൻ പാട്ടിന്റെ രസമുണ്ട്, ഭയങ്കര ലാഗാന്ന് പറയാം. കോക്കിനുണ്ടാ കുണ്ണി മേക്കപ്പ് ഭയങ്കര മേക്കപ്പായി. എങ്ങനെയുണ്ട്? കവിളല്ല മൈര കാണാൻ പറ്റും, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാ വേറെ വല്ലതൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ട് ഇവിടെ വാളികള്. അത് പ്രണവിനെ കണ്ടോ? ഷോ എന്തൊരു ഇത് ഇതാണ് മേക്കപ്പ്. ഫാൻസി പിള്ളേർ ചേക്കാനുള്ള മേക്കപ്പ് കണ്ടോ? എന്താണ് അവിടെയൊക്കെ പിന്നെ അവിടെ വൃത്തിക്ക് ഒരു വളരെ കഷ്ടപ്പെട്ട് പ്രായം അഭിനയിക്കും. കണ്ടില്ലേ, കണ്ണാടി വെച്ചു, മുടി നരപ്പിച്ചു. ഓ മേക്കപ്പിലേക്ക് ഒരു പരിധിയില്ല രായപ്പാറിന്റെ പടത്തിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഉണ്ടാ ഇതൊക്കെ. ഉണ്ണിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലെന്നൊക്കെ മനസ്സിലായി. നേരത്തെ തന്നെ എനിക്കറിയാം, പിന്നെ ഇവിടുത്തെ പൊട്ടന്മാർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. സിനിമയെ പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല. കൊള്ളാത്ത പടവും കണ്ടില്ല, കണ്ടാലും മനസ്സിലാവുന്നതല്ല. വലിയ പുസ്തകത്തിനിടയിലൊക്കെ ഇരിക്കുന്നതെന്ന് അതല്ലേ. അവന്റെ പുതിയ ഗെറ്റപ്പ് കണ്ടു, ബുക്കിനകത്തിരിക്കുന്നത്. ഇത് മറ്റേ വല്ലാത്ത പായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കാണാൻ പറ്റുന്നത്. എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലേ? ബുക്കിനിടയിലായിരിക്കുന്നത്, ബുക്കിനിടയിൽ കൂടെ ഇങ്ങനെ ബുക്കെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഓ ഭയങ്കര പഠിത്തമാണേ. എന്നിട്ട് ഇതാ കണ്ടിട്ട് പറയുന്നത്. ഏതാ ആ സിനിമ കാണാൻ പോകുന്നത് തന്നെ പഠിത്തക്കുറവിന്റെ ലക്ഷണമാണെന്ന് എനിക്ക് സംശയം തോന്നി. വിവരം ബോധം ഇല്ലാത്തവന്മാരെ ഇവന്റെയൊക്കെ പടം പോയി കാണത്തുള്ളൂ. എന്നാ അത് കണ്ടിട്ട് അഭിപ്രായം കൂടെ പറയാന്ന് പറഞ്ഞാൽ ശരിക്കും പോട്ടെ, ഉള്ളതെന്ന് പറയാണ്. എന്റെ ക്യാമറ ഒക്കെ ഇരിക്കുന്നതാ അവന്റെ പുറയില്. അയ്യോ ഇപ്പൊ ഭയങ്കര നേരത്തെ ക്യാമറ ഒക്കെ ഉള്ള ആളാ. ക്യാമറ, മൊബൈല്, പിന്നെന്തൊക്കെ ഇരിക്കുന്നേ. ഓ ഏതാണ്ടൊക്കെ ഇത് അടുക്കി വെച്ചേക്കുവാ. ഭാര്യ ഒപ്പിച്ചതാണോ അതോ ഇവനൊപ്പിച്ചാണോ? ഈ ഇങ്ങനത്തെ കുറെ ഊച്ചാളികളുണ്ട് നാട്ടില്. ബുക്കിന്റെ മുന്നിൽ കയറി ഇരിക്കുക, കുറെ പുസ്തകം അടുക്കി വെക്കുക, എന്നിട്ട് ഇതെല്ലാം വായിച്ചാൽ എന്നിട്ട് അക്ഷരാഭ്യാസമുള്ള എല്ലാവർക്കും വായിക്കാൻ പറ്റും. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള സെൻസാ ഇല്ലാത്ത, അതാദ്യം മനസ്സിലാക്കും. എന്താ പറഞ്ഞേ? ലാപ്ടോപ്പ്. അതെ, ലാപ്ടോപ്പ് തുറന്ന് പുറകെ വെക്കും. ഇതൊക്കെ എല്ലാവരും എന്റെ കൊണ്ട് പുസ്തകം കണ്ട് കെട്ടുകണക്കിന് ബുക്ക് കാണിക്കാം. വായിക്കുന്ന പുസ്തകം അല്ല, വേറെ ആരുടെ ബുക്ക് കൊണ്ട് വെച്ചേക്കാം. എനിക്ക് വേണമെങ്കിൽ നേരത്തെ വെക്കാം. ഇഷ്ടം പോലെ ബുക്കല്ലേ ഇരിക്കുന്നത്. ഒരു കെട്ട് ബുക്ക് ഇരിപ്പുണ്ട്. ഇതൊന്നും അല്ല ബുക്ക്, വലിയ ലൈബ്രറി തന്നെ ഉണ്ട്. എന്റെ വീട്ടിലല്ല, വേറെ വീട്ടില്. അവരോട് അവിടെ പോയിരുന്ന വീഡിയോ ഒക്കെ എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ വലിയ ലൈബ്രറി ഒരു വീട്ടിലിരിക്കുക. ആ ലൈബ്രറിയൊക്കെ ഏതോ ടി വി ചാനലൊക്കെ പണ്ട് കൊണ്ടുവന്ന ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് ആങ്കിളിനെ. ഇത്രയും വലിയ അതിനകത്ത് ഇരിക്കുന്നത് കോമിക്സ് തൊട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കാസറ്റുകളുടെ ലൈബ്രറി. അങ്ങനെയാ പുള്ളി പഴയ പാട്ട് തൊട്ട് ഇങ്ങോട്ടെല്ലാം കേൾക്കും, എല്ലാം വായിക്കും. അയാൾക്ക് അറിവുണ്ട്. അത് ഇങ്ങനൊന്നും എടുത്ത് പ്രദർശിപ്പിക്കാൻ പുള്ളി ഉദ്ദേശിച്ചില്ല. പിന്നെ വീട് അറിഞ്ഞ് കേട്ട് വന്നാരാണ്ട് വന്നിട്ട് ഡോക്യുമെന്ററി പോലെ സാധനം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് 10 പുസ്തകം വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതും പൊക്കിയെടുത്ത് നടക്കുന്ന ഊച്ചാളി. ഇതൊക്കെ പഴയ ഓൾഡ് നമ്പർ ഇടേ. ഗൂഗിളൊക്കെ വന്നേ പിന്നെ ബുക്കിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കുള്ളൂ. ഇവിടുത്തെ ഒരു പിന്നെയും ബുക്കിലൊക്കെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. അത് ഈ ഇവിടുത്തെ എല്ലാ പരിപാടിയും അങ്ങനെ. ഭക്തിയൊക്കെ ഇപ്പോഴും ദൈവമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ബുക്ക് നിൽക്കുന്നുണ്ട്. ബുക്കിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. അതിനൊക്കെ സൂപ്പറായിട്ട് ഇതിനെപ്പറ്റി എന്ത് സബ്ജക്റ്റിനെ പറ്റി പഠിക്കണമെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കിടപ്പുണ്ട് ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ചിലതൊക്കെ പെയ്ഡ് ആയിരിക്കും, അത് മേടിക്കേണ്ട പോലെ പൈസ ഇതിനും ആകത്തുള്ളൂ. ചാറ്റ് ജിപിറ്റി ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മറുപടികൾ കിട്ടും. അപ്പോഴാണ് ബുക്ക് കുറിച്ചുകൊണ്ടിരിക്കുക അവിടെ കൊണ്ട്. അത് പഴയ ഒരു ക്യാമറ, മറ്റേതായിരിക്കും, ആന്റിക് ആയിരിക്കും. ആന്റിക് കളക്ഷൻ ഉണ്ടോ? എനിക്ക് തൊപ്പിയൊക്കെ വെച്ചിരിക്കുക. ഭയങ്കര റിവ്യൂവറാണ് ഇവിടുത്തെ ഒരു റിവ്യൂവർ. ഇവന്മാർ ഇതിന് മുമ്പ് ഇങ്ങനത്തെ പൊട്ട പടങ്ങളൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഇത് ആദ്യമായിട്ടല്ല. ഞാൻ ഇതൊക്കെ കാണണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും നീ പടം കണ്ടിട്ട് പറ, പടം കണ്ടിട്ട് ഇമാര് പടം കണ്ടിട്ടായി പറയുന്നത്. എല്ലാ പൊട്ടനും പടം കാണും, എന്നിട്ട് കുറെ പൊട്ടത്തിനും പറയും. കോക്കിനെ വിനീത് ശ്രീനിവാസനായിട്ട് കമ്പനിയാ, അതുകൊണ്ട് പറ്റിയതാ. അവിടെ ക്ലോസിലോട്ട് ഇത് എന്താ പറ്റുന്ന വെച്ചാൽ അറിയാതെ ഈ സാധനം കോപ്പായി പോയി. അടുത്ത വീഡിയോയിലോട്ട് കോക്ക് പോട്ടെ. ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവൻ കുറച്ചുകൂടെ അടുത്തോട്ട് ഞാൻ പറയുന്നില്ല എങ്ങനെ നോക്കണമെന്ന്. അങ്ങനെ നോക്കിയാൽ അതിന് കുറച്ച് ഡീറ്റെയിൽ കിട്ടും. റോള് കിടന്ന നീ കാര്യമായിട്ട്
ഇവിടുത്തെ ഇമാരുടെ വലിയൊരു വർത്താനം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ചെയ്ത്തായി പോയി, ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. കൊള്ളാം. അയാൾ നെഗറ്റീവ് പറഞ്ഞെന്ന് തോന്നുന്നില്ല മല്ലു അനലിസ്റ്റ്. പാട്ട് സകലത്തും കൊണ്ട് പ്ലേസ് ചെയ്ത് ഉറപ്പിച്ചെന്നാണ് പറയുന്നത്. അയാൾ കുറച്ച് കറക്റ്റായിട്ട് അപ്പൊ പറഞ്ഞേക്കുന്നത്. മല്ലു അനലിസ്റ്റ്. ഓ തള്ളു. ലോകേഷ് കനകരാജിനെ അപ്രോച്ച് ചെയ്തിരുന്നു, വിനീത് ശ്രീനിവാസൻ, ഏതോ റോൾ ചെയ്യാൻ ഇരിക്കുന്നൊക്കെ ഉണ്ടോ. അവനെന്തുകൊണ്ട് ബുദ്ധിയുള്ളവന്മാരിരിക്കുന്ന പോലെ ഇരിക്കുന്ന പോസൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ മറ്റു ഡയറക്ടറൊക്കെ എങ്ങനെ ഇരിക്കുന്നതൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പടം എടുക്കാമെന്ന് ഇവൻ അറിയത്തില്ല. ഈ വന്ന കാലത്ത് ഡിജിറ്റൽ ഇത്രയും ഈസി ആയിട്ട് സിനിമ എടുക്കാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനത്തെ ലുടുക്ക് കഥയൊന്നും എടുക്കാൻ വലിയ പണിയില്ല. അത് അറിയാത്തതുകൊണ്ടാണ് ഇവർക്ക്. പിന്നെ ഇവനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് കുറെ ഈ പറഞ്ഞ ഫീൽഡിലുള്ള പരിചയവും പ്രൊഡ്യൂസറെ കിട്ടാനുള്ള എളുപ്പമൊക്കെ കൊണ്ടങ്ങ് നടന്നു പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് കഴിവെന്നുള്ളവരല്ല. അത് ഇവരുടെ ഏത് പടം കണ്ടാലും അറിയാം. പിന്നെ ഒരു സീരിയലിനൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒരു വീഡിയോ എടുക്കുന്ന ആൾക്കാർ. ഇതിലും നല്ല ഇത് സാധനം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റീൽസിലുണ്ട്. പണ്ട് ഞാൻ ഈ റീൽസിനെ പറ്റി പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലായി. ഇത് ഇവിടുത്തെ റീൽസ് അല്ല കേട്ടോ ഞാൻ ഈ പറയുന്ന മൊത്തം. പുറത്തൊക്കെ ഉള്ള കൊള്ളാൻ ആൾക്കാർ ഒരുപാട് വേണേ പ്രൊഫൈൽ ചെയ്യാൻ വേണേ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താലോ മെസ്സേജ് അയച്ചാലും മതി. ചെറുത്താൻ 0 എല്ലോ എന്ന് പറഞ്ഞൊരു സെർച്ച് ചെയ്താൽ കിട്ടും. എല്ലാ അജുവലെക്സ് എന്നൊക്കെ നോക്കിയാൽ കിട്ടും. എന്റെ ഫോട്ടോ തന്നെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഫോളോ റിക്വസ്റ്റ് ഇട്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ചു വെക്കുക. എനിക്ക് ഇങ്ങനത്തെ റീൽസ് കാണണമെന്ന് താല്പര്യമുണ്ട്. ഇവിടുത്തെ സിനിമ കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മലയാള സിനിമ ഒന്നും കാണേണ്ടി വരത്തില്ല, ഒരിക്കലും കാണത്തില്ല. ഷോർട്ട് ഫിലിംസ് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല കിടിലൻ, ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട്. വെറും 10 മിനിറ്റ് പോലും ഇല്ലാത്ത ഷോർട്ട് ഫിലിംസ് ഇതിനേക്കാൾ വലിയ നമ്മൾ ഒരു മാസം ഇരുന്ന് ആലോചിച്ചു. ഇതൊക്കെ ഒരു മാസം എടുക്കും തലേന്നൊന്ന് ഇറങ്ങാൻ. ഇതൊക്കെ കണ്ടതിന്റെ ക്ഷീണം. അവന്റെ ഇരിപ്പ് കണ്ടോ? എന്താ മോൻ പറയുന്നേ? ലുക്കുള്ള ഇതിന് പറയാനൊക്കെ ഒരു ഉറപ്പില്ല കേട്ടോ. വലിയ ഡയറക്ടർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നതായിരിക്കും. അത്രയും പഠിച്ചു വെച്ചിട്ടുണ്ട്, മനസ്സിലായി. ഇവര് പഠിക്കുന്ന അതൊക്കെ ആയിരുന്നു തോന്നുന്നു. എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഇരുന്ന് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങ് സംസാരിച്ചു കളയും. അപ്പൊ ഈ കാണുന്നവര് വിചാരം ഇവൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര പുതിയ, അവൻ ഭയങ്കര കഴിവാ, ഇവനെല്ലാം അറിയാം, ശ്രീനിവാസന്റെ മോനാ, മോഹൻലാലിന്റെ മോനാ, ഇതിനെല്ലാം ഇങ്ങനെ വരുമല്ലേ. ഇവർക്ക് ഇവരുടെ മറ്റേ പാരമ്പര്യമായിട്ടേ എല്ലാം കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ഈ മറ്റേ രാഹുൽ ഗാന്ധി ബുക്ക് എടുത്ത് നടക്കുന്ന പോലെ. അയ്യോ കഷ്ടം. ഈ ട്രോളെ കൊള്ളത്തില്ല, ഇവനെ അറിയത്തില്ല. ട്രോളുണ്ട് ആരാന്നും പറയുന്നില്ല. ട്രോള് രസമില്ല, കണ്ടന്റ് ഇല്ലാത്ത ട്രോള്. ഏതായാലും എന്തായാലും കുറെ എണ്ണം ഞാൻ ഇന്നലെ ഒരുത്തിനെ കിട്ടിയത്. അത് നല്ലതായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ ഇട്ടുള്ളൂ. അധികം ഫണ്ണൊന്നും കേട്ടാതെ. എന്താ അതിന്റെ പേര്? വർഷങ്ങൾക്ക് ശേഷം അല്ലേ. ഇപ്പൊ മനസ്സിലായാലും ഇവിടുത്തെ മറ്റേ എന്താ പറയാ, ഇവിടുത്തെ വൻകിട തരികിട ടീമുകളൊക്കെ അതാണ്ട് വേറെ ഷസാം ഭയങ്കര വലിയ സംഭവം. ഇവൻ വേറെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കുറച്ച് ഇംഗ്ലീഷൊക്കെ കലക്കിയിട്ടൊക്കെ പറയും. അപ്പോൾ സിനിമ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഇനി ഫസ്റ്റ് ഹാഫ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് പിന്നെ ഇടയില് ഇങ്ങനെ കുറെ പഠിച്ചു വെക്കുന്നു ഇവര് പോയിട്ട്. ഇവരെന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് കണ്ടപ്പോൾ വന്ന ആൾക്കാരാ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണമെന്നൊരു ചോയ്സ് ഒക്കെ ഉണ്ട്. ഇവരിന്ന് ഇങ്ങനെ നോക്കും, ഓക്കെ സിനിമയെ പറ്റിയൊക്കെ പറയാം, അതിന് ഇന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാമായിരിക്കും. എല്ലാവരും സിനിമ കാണുന്നവരാ. അപ്പൊ എന്ത് ചെയ്യും, സിനിമയെ പറ്റി കുറച്ച് അഭിപ്രായം എല്ലാവർക്കും പറയാം. ഇവനൊന്നും വേണ്ട, നമ്മുടെ അവിടെ ലോക്കൽ ആൾക്കാരുണ്ട്, ചുമ്മാ അടിച്ച് പട്ടടിച്ച് ചുമ്മാ ഫുൾ ടൈം കഞ്ചാടിച്ച് നടക്കുന്നതിനെ വിളിച്ച് ഇതിലും നല്ല അഭിപ്രായം കിട്ടും. ഇതുപോലൊക്കെ തന്നെ റേഞ്ച് ചെയ്ത് സംസാരിക്കുന്ന ഞങ്ങളുടെ ബാവുട്ടിയുണ്ട്, പാട്ടും പാടും നല്ലപോലെ. സിനിമയെ പറ്റി അയാളോട് ചോദിച്ചിട്ട് അയാൾ ഇതുപോലെ പറയുന്നേക്കാം. അപ്പോ എളുപ്പമോ. പിന്നുള്ളത് ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്ന മരവിടെയും പോയി തിന്നുക, ഓ സൂപ്പറാ ടേസ്റ്റ്, ഇങ്ങനെ പറയുന്നത്. ഇവർക്ക് ടേസ്റ്റിനെ പറ്റി ഒന്നും ധാരണയൊന്നും ഇല്ല. അത് അവർ പറയുന്ന കേട്ടറിയാം. ചിലരൊക്കെ എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ ഷെഫ് കൂടിയ ഷെഫുകളുടെ അടുത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഇത് എടുത്തിട്ട് നോക്കും. അതായത് ഈ നാക്കിന്റെ 4 സൈഡിൽ അവരായിട്ട് കറക്കും, എന്നിട്ട് പറയും. പിന്നെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ്, ഇത് എത്ര നേരം എങ്ങനെ ആക്കിയപ്പോഴാണ് വന്നത്, ഇതെല്ലാം അറിയണം. ഫുഡ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തൊട്ട് അത് ഇനി തൂർന്ന വരെ പറയേണ്ടി വരും. നല്ലപോലെ മലശോചനം വരെ ഉണ്ടാവും എന്നുള്ളതാണ് ഫുഡിന്റെ പ്രത്യേകത. ഇതൊന്നും അറിയാതെ ഈ പറഞ്ഞ പോലെ ഫുഡ് ബ്ലോഗ് ചെയ്യാം, അത് എളുപ്പമാണ്. പിന്നെ വണ്ടിയുടെ ഒരു വണ്ടി അങ്ങോട്ട് കണ്ട അതിന്റെ സ്പെക്ക് അങ്ങോട്ട് വായിച്ചു കൊടുക്കണം. ഇവിടുത്തെ കുറെ മഹാന്മാര്
ഇരുന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഇതുപോലെ പറയും, ഓ സൂപ്പർ പടവാ, കുറെ നാളെ ഒരുപാട് ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചേക്കുക, മേക്കിങ്, പിന്നെ BGM ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്. അയാൾ പറയുമ്പോൾ എല്ലാവരും കളിയാക്കും. ഇവര് പക്ഷേ അതിനകത്ത് എന്താ പറയുക, ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് ഇത് ഈ പടത്തിനെ പറ്റി എവിടെ എഴുതിയതാണെങ്കിലും മതി, ചിലപ്പോൾ ആരെങ്കിലും നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതാണേലും ഇത് പോസിറ്റീവ് പറയാൻ എളുപ്പമാണ്. കാരണം ഈ പോസിറ്റീവിനെ പറ്റി പലതരത്തിൽ ഇവരുടെ ഈ പറഞ്ഞ ട്രെയിലർ ഇറങ്ങുമ്പോൾ തൊട്ട് ഇവരെടുത്ത ആൾക്കാർ ഇതിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കും. കണ്ടന്റ് ഉണ്ടാക്കുക, ഇരുന്ന് മെനക്കെടുക. ഇപ്പൊ നമ്മൾ ഈ സ്പോണ്ടിനിയസ് പറയുന്ന പോലെ അല്ല ഇവർ പറയുന്നത്. ഇവരിരുന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം, മുന്നേ ഒരു ടേക്ക് എടുക്കും, പിന്നെ കട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവന്റെ ഒരു സാധനം വരുന്നത്. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചാല് പിന്നെ കോമൺ ക്രൗഡിന് ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ചില കാര്യങ്ങൾ അതാണ്ട് ഇരിക്കുന്നുണ്ട്. നല്ലതായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഫസ്റ്റ് ഹാഫ് സത്യം സിനിമ ഞാൻ ഇന്നായത് മറ്റേ സ്വാമീസ് ലോഡ്ജിലോട്ടൊക്കെ അയ്യോ ഞാൻ ഇന്നായത് അടിപൊളിയായിരുന്നു പടം. അത് കട്ടഡ് അതിനിടയിലൊക്കെ ഞാൻ ഇപ്പോഴും എന്റെ വീഡിയോ ഉണ്ട്, ഇവനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ വീഡിയോ അധികം കണ്ടിട്ടില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്പോയിൽ ചെയ്തില്ല, സംഭവം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ രണ്ട് ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ കാണുമ്പോ തന്നെ ഉള്ളു. ഇവരുടെ കുറെ റിവ്യൂസ് ഉണ്ടാവും ഇങ്ങനത്തെ, മനസ്സിലായോ? കോക്ക് പിന്നെ വല്ലപ്പോഴും ഇങ്ങനത്തെ മണ്ടത്തിൽ പോയി ചാടാറുള്ളൂ. ഉണ്ടോ? ഞാൻ ആരുടെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണുന്ന ആളല്ല, റിവ്യൂ കാണത്തുമില്ല. ഷുണ്ണി കൊള്ളാം, ഷുണ്ണി, ശശാമ, പിന്നെ വേറൊരുണ്ട് ഒരു താടി വെച്ചിരുന്നത്, അവന്റെ പേരെന്താണ്, ഭയങ്കര സിനിമ റിവ്യൂ മാത്രം ചെയ്യുന്ന ആളുണ്ട്. അയാളുടെ ജോലി അതാന്ന് തോന്നുന്നു. അതെന്റെ ജോലിയാ, സിനിമ റിവ്യൂ ചെയ്യുന്ന ജോലി. ആളെങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ സിനിമയും പോയി കാണും, എന്നിട്ട് ആ സിനിമയെ പറ്റിയൊക്കെ അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് നിങ്ങൾക്ക് അറിയാത്ത ചിലവുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ പടം മൊത്തത്തിൽ ഫ്ലോപ്പ് ആണെങ്കിലും അവർക്ക് തീർത്ത് പറയാനില്ല, അതും ഇതും പറഞ്ഞു നോക്കും. അപ്പൊ കാണുന്നവർ കണ്ടവർ അവർ തീരുമാനിച്ചോട്ടെ, ശരി അവർ വെച്ച് നോക്കിയാ, പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അതിനൊക്കെ ബെറ്റർ ആറാട്ടനാ. ആറാട്ടൻ ഇവരൊക്കെ ഭേദമാണ്. കാരണം അയാൾക്ക് തോന്നി കറക്റ്റായിട്ട് അയാൾ അവിടെ നിന്ന് വന്നിറങ്ങി നിന്ന് പറയുക, അല്ലാതെ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് ഈ കുണ്ണിയും കിണ്ണിയൊക്കെ പറയുന്ന പോലെ ഇതിന്റെ പേരും പഠിച്ച് വന്നാൽ വരുന്ന ആളല്ല ഇവൻ. ആറാട്ടന് കുറച്ചുകൂടെ രസമുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. വർഷങ്ങൾക്ക് ശേഷം അർജുൻ എന്താ പറഞ്ഞാൽ നോക്കട്ടെ. കണ്ടു തീർത്തു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ വഴി ഇതിനും മാത്രം ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ മലയാളത്തിൽ കാണത്തില്ല. കാരണം സിനിമക്ക് ഒരു മിനി ശ്രീനിവാസന് പടം എന്ന രീതിയിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇവരുടെ ഇന്റർവ്യൂ കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ധ്യാനും ബേസിലും കൂടുതൽ ഇത് സ്കോർ ചെയ്യുന്നതാണ് ഈ സിനിമ ഒരു നെഗറ്റീവ് ആയി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി സിനിമ പോയത്. ശരിക്കും വളരെ പോസിറ്റീവ് പറയാനില്ല. ധ്യാൻ ശ്രീനിവാസന്റെ പെർഫോമൻസ് എന്നാ പറയുന്നത്. ധ്യാൻ ശ്രീനിവാസൊക്കെ മുക്കി തൂർന്ന പോലെ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. ശ്രീനിവാസന്റെ രണ്ട് മക്കളും വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവനല്ല, ഇപ്പൊ സുരേഷ് ഗോപിയുടെ മോനാണെങ്കിലും പാടുപെട്ട് അഭിനയിക്കുന്നു, മമ്മൂട്ടിയുടെ മോൻ പാടുപെട്ട് അഭിനയിക്കുന്നു, മോഹൻലാലിന് അവൻ അഭിനയിക്കാൻ പറ്റുന്നില്ല, അവൻ മുക്കിയിട്ട് പോലും പറ്റുന്നില്ല. പിന്നാരാ JB ഉണ്ടല്ലോ, എന്താണ് പറഞ്ഞത് നോക്കാം. സിനിമ കണ്ടിട്ട് വിഷമം തോന്നി, നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ. ഓഹോ, അവന് ബോധം വെച്ചു. നെഗറ്റീവ് ആയിരിക്കും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുമല്ലോ എന്ന് ഒരു സാധാരണക്കാരനൊക്കെ അവൻ നെഗറ്റീവാ പറഞ്ഞേക്കുന്നേ. അങ്ങനെ വരേണ്ടതല്ലോ. ഞാൻ മാന്യമായോട്ടെ. പറയുന്നത് മറ്റേ നല്ലതാണ്. ഇതിന് മുന്നത്തെ പ്രണയമായിട്ട് പടം ഇറങ്ങിയില്ലേ, അതും ഒരു ഊളപ്പടമാണ്. ഇത് നിനക്ക് ഇതേ മനസ്സിലാവുള്ളായിരിക്കും. ഇല്ല, വർക്കായില്ല കേട്ടോ, അപ്പൊ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല പുള്ളിക്ക്. പക്ഷെ സാധാരണ ഇങ്ങനെ അല്ല, മച്ചാനൊക്കെ വന്നു കഴിഞ്ഞാൽ തള്ളന്റെ ഇതുപോലത്തെ ലോല സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതാ. പക്ഷേ അവര് പിടിച്ചില്ല. കോക്കിനെ, ഉണ്ണി, ഷസാമ്, പിന്നെ വേറെ ഏതോ ഊളുകൾ കുറെ എണ്ണം ഉണ്ട്. ഇമാരൊക്കെ ഒന്ന് ഭയങ്കര തള്ളാറ്. ഇതിനിടെ നമ്മളായാലും പടം ഞാൻ കാണത്തില്ലെന്നാ പറയുന്നത്. ഇവന്റെ ഒന്നും പടം, ഈ വിനീത് ശ്രീനിവാസന്റെ പടം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് ഗതികേടൊന്നും എനിക്കില്ലല്ലോ. വേണ്ട, വേറെ കാണാൻ പോവാ. സിനിമ കാണാൻ ജീവിക്കുന്നവരാണോ ഇവര്? ഈ കോക്കപ്പൊ സിനിമ കണ്ടിട്ടല്ലേ റിവ്യൂ ചെയ്യുന്നത്? അത് ഇങ്ങനത്തെ പടം ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഭയങ്കര ഹൈപ്പ്. അതായത് പ്രത്യേകിച്ച് ഈ വിനീത് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ പരിപാടിയൊക്കെ കാണിച്ചിട്ട്, വിനീത് ശ്രീനിവാസൻ ഞാൻ നേരത്തെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് എതിർക്കാൻ മടിയാണ്. കോക്കിന് ആ മറ്റേ ഇന്റർവ്യൂവിന് ശേഷം ധ്യാനമായിട്ട് കമ്പനി ഉണ്ട്, അതുകൊണ്ട് തീർത്തങ്ങ് എതിർക്കാതെ.
ശ്രദ്ധിക്കേണ്ട ഒരു പേര് കാണിക്കുമ്പോൾ, ഒരു ബോർഡ് കാണിക്കുമ്പോൾ, ഒരാൾ വന്നൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ ഒരുപാട് പോയിന്റുകൾ ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സിനിമയിലൊന്നും ഇതൊന്നും ഇല്ല. ഈ ഒരു സിനിമയിലാണ് പുള്ളി അതൊക്കെ ആദ്യമായിട്ട് കണ്ടത്. എന്താ പാടേ കുറച്ച് കോടമ്പാക്കം കഥകളും കൂടി അറിയാമെന്നുണ്ടെങ്കിൽ അതെന്ത് കഥയാണോ കോടമ്പക്കം കഥ? നമ്മൾ കോടമ്പക്കത്ത് പോണോ? ഈ ഒരു സിനിമ അങ്ങനെ ഉണ്ടോ? നമ്മളിപ്പോ മറ്റേ പിയാനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മൂവി കണ്ട് ആസ്വദിക്കണമെന്നുണ്ട്. ഈ ജർമ്മൻസ് ഈ ഇസ്രായേലീസിനെയൊക്കെ കൊന്ന് ജൂതന്മാരെ കൊന്നടക്കിയ സ്ഥലത്തൊക്കെ ജീവിക്കണമായിരിക്കും. കുറച്ച് മെമ്മറീസ് ഒക്കെ വേണം, എന്നാലും ആ പടം എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടുന്ന് വന്നവരാണ് ഇവരൊക്കെ? മറ്റേ എന്താ ഈ വാർ മൂവീസ് ഒക്കെ വരത്തില്ലേ, അതൊക്കെ കണ്ട ഉണ്ണി ഇങ്ങനെ പറയോ? നമ്മൾ കുറച്ച് പട്ടാളക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, അല്ലെ പിന്നെ നമ്മൾ വാറിലുണ്ടായിരിക്കണം. പൈലറ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെടും, എവിടെ നിന്ന് ഇറങ്ങിയവനാണ്. അപ്പൊ ഈ മറ്റേ മറ്റേ കണ്ണൂർ സ്ക്വാഡ് ഇങ്ങനത്തെ പോലീസ് സിനിമകളൊക്കെ കാണുമ്പോൾ ഈ കൊലപാതക ക്രൈം ത്രില്ലറൊക്കെ കണ്ടിട്ട് എന്തൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ട്. നമ്മൾ ആ ക്രൈമിലൊക്കെ ഇൻവോൾവ് ആകുന്നവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. എവിടെ നിന്ന് വന്നാണ് ഇവൻ? ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കോടമ്പാക്കം കഥകളെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. അതിനിടയില് പരസ്യം അടുത്തത് പുള്ളി ഈ സിനിമയിൽ ആലോചിച്ചു, പക്ഷേ അഭിനയത്തിൽ ഇങ്ങനെ ഇയാളെ സ്ഥിരം റിവ്യൂവറാ. ഈ റിവ്യൂ ഇയാളുടെ ജോലിയാ. പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പണ്ട് ഇയാളെ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ വലിയ ഒന്നും പ്രധാനപ്പെട്ട ട്രാക്ക് ഉണ്ട്, അതും ഇഷ്ടപ്പെട്ടു. പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഒരു ഫീലാണ്. പടം കണ്ട് തിരിച്ചു വരുമ്പോഴും ഉണ്ണിക്ക് ആ പാട്ട് ഇങ്ങനെ അത് ഒരുപാട് കേട്ടപ്പം പാട്ടുണ്ട് സിനിമയിൽ. ഞാപകമല്ല ഞാപകം ഈ ട്രോളറല്ല. പ്രായമായ വേഷത്തിൽ എത്തുമ്പോഴുള്ള സംഭാഷണങ്ങളൊക്കെ ആണെങ്കിലും അത് നല്ല ആ മോഡുലേഷൻ ഒക്കെ ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. പ്രായമായ വേഷങ്ങളൊക്കെ ചെയ്ത് കഷ്ടമുള്ള ഞാൻ ഈ താടിക്കാരനെ പണ്ടേ ഞാൻ പറയാമായിരുന്നു ഇയാളുടെ റിവ്യൂ ഒന്നും കണ്ട് സിനിമ കാണാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. കാരണം സിനിമയെ പറ്റി ഒന്നും കൃത്യമായിട്ട് പറയത്തൊന്നുമില്ല. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഇടയ്ക്ക് ചെറിയ സാധനമൊക്കെ അടിക്കുമെങ്കിലും പലതും പുള്ളിക്ക് ഇഷ്ടപ്പെടും. പ്രണവ് ഡിക്റ്റ മോഹൻലാൽ ഇത് പിന്നെ ആദ്യം